ഹായ് ഗൈസ്, ഇത് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 9 മണിക്കാണ് കുർബാന. ഇപ്പോൾ 8:10 ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞ് കുറച്ച് പേര് കൂടി കിച്ചണിൽ കുറച്ച് പേർക്ക് പണിയുണ്ടായി. ഇപ്പോൾ അവർ കൂടി റെഡി ആവാനേ ഉള്ളൂ. അവർ കൂടി റെഡി ആയി കഴിഞ്ഞാൽ പോകും. ഭയങ്കര ചൂട്. AC ഇപ്പോഴാണ് ഓൺ ചെയ്തത്. ഭയങ്കര ചൂടാണ് കേട്ടോ. വേർത്തിട്ട് രക്ഷയില്ല. അപ്പോൾ എന്തായാലും പള്ളിക്ക് പോകുമ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിലിങ്ങനെ ജസ്റ്റ് പള്ളിയിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേരൊക്കെ കുർബാന തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ എത്തിയത്. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ കൊച്ചാണ്. ഇത് നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് പുറത്ത്. അപ്പോൾ നമ്മളുടെ 1-2 കസിൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, ചെരുപ്പൊക്കെ ഇട്ടിട്ട്. നമ്മളങ്ങനെ ഇതാണ് കേട്ടോ നമ്മളുടെ മലയാളം കുർബാന നടക്കുന്ന ചർച്ച്. പേരെന്താണെന്ന് ഞാനിപ്പോൾ മറന്നുപോയി കേട്ടോ. നല്ല വെയിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, എന്തായാലും റൂമിലേക്ക് പോവുകയാണേ. പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് നടന്നു പോകണേ കേട്ടോ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് ആരൊക്കെയാണ് പോകണമെന്ന് അറിയില്ല. ചിലപ്പം മുതിർന്ന ആരെങ്കിലും അത് വാങ്ങി പോകുമായിരിക്കും. അങ്കിളോ എൻ്റെ അപ്പനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും പോണേ. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് ഇച്ചിരി ഫുഡ് വെക്കാനുണ്ടേ. അപ്പോൾ അതോടെ കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ വെയിലാറിയതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ റൂമിൽ തന്നെ ആയിരിക്കും. ഇവിടെ കണ്ടോ മാങ്ങയുണ്ട്, പിന്നെ കുക്കുംബർ, പിന്നെ ഇത് ഇവിടെ കിട്ടണ ഒരു പഴമാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഇത് കിഴങ്ങുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ റൂമിലെത്തി കേട്ടോ. റൂമിൽ അങ്ങോട്ട് വന്നു. ഓട്ടോയ്ക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. തിങ്ങി നിറച്ചായിട്ട് വന്നത്. നമ്മളുടെ റൂമിൻ്റെ കോറിഡോറിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കണത് കേട്ടോ. ഞാൻ ഇവിടുന്ന് നേരെ അവിടെ അപ്പുറത്ത് പണി നടക്കുകയാണെങ്കിൽ ഭയങ്കര നോയ്സ് ഉണ്ടാവും. നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കടലാണ്. ഞാൻ ഒരു ഉച്ചയ്ക്ക് വെയിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ നമ്മളുടെ മേളിൽ ടെറസിൽ പോയിട്ട് അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. കണ്ടോ, എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഡോറ് തുറക്കാൻ നിൽക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കയറിയിട്ട് കിടന്ന് AC ഒക്കെ ഇട്ടൊന്ന് കുറച്ച് നേരം വിശ്രമിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് പണിയുണ്ട്, കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. എന്തായാലും അത് ചെയ്യണം. അപ്പം നമ്മളധികം ചെയ്യലായിരിക്കും. പിള്ളേരൊക്കെ ചെയ്യാൻ വഴിയില്ല. അമ്മമാരായിരിക്കും മോസ്റ്റ്ലി പണിയൊക്കെ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെറിയൊരു പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അമ്മമാരാ ചെയ്യാം. അമ്മമാരും അപ്പന്മാരും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മമാർ മാത്രമൊന്നുമല്ല, അമ്മമാരും അപ്പന്മാരും കൂടി ഒരുമിച്ചാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതുവരെ ഇവിടെ തന്നെ റൂമിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ റൂമിലേക്ക് കയറാം. ഇവിടേക്ക് ഭയങ്കര റഷാണ് ഇവിടെ. ഓക്കെ ഗൈസ്, ബൈ ബൈ ഗൈസ്. ഇത് നമ്മളുടെ റൂമിൻ്റെ മുകളിൽ നിന്ന്, അതായത് ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. കണ്ടോ, കടലാണ് ഗൈസ്. അത് ഇവിടെ വെയിലായതുകൊണ്ടിട്ട് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇത് ഇവിടെ ഫുള്ള് കണ്ടോ ഫുൾ കടലാണ് ഗൈസ്. അങ്ങോട്ടൊക്കെ കണ്ടോ, കടലിൻ്റെ തിരയൊക്കെ വരുന്ന കാണാനുണ്ടാവും. കാറ്റായതുകൊണ്ട് എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഓഡിബിൾ ആണോന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. പക്ഷെ ഇവിടെ നല്ല രസമാണ്. ഇപ്പോൾ വെയിലായതുകൊണ്ട് അത്ര വലിയ രസമില്ല. ഞങ്ങളതുകൊണ്ട് ഇറങ്ങുകയാണ്. ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഞാൻ ഇവിടെ മുൻപ് ഒരു തവണ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ കസിൻ ഉണ്ട്, അവൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവളിത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ താഴേക്ക് പോകണേ. ഇവിടെ ഫുള്ള് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. നമ്മളുടെ അവിടെ ഒന്നും ഇല്ല ഇപ്പം, കിട്ടാനില്ല. എവിടെയൊക്കെ നിശ്ചാലും കിട്ടാനില്ല. ഇപ്പോൾ എനിക്ക് മുൻപൊരിക്കൽ കുറേ നാൾ മുമ്പ് കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ ചിക്കൻ പോക്സ് വന്നപ്പോൾ ആര്യവേപ്പിന് കുറേ ഓടി നടന്നിരുന്നു. ഇവിടെ ഫുള്ള് എല്ലാ വീട്ടിലും 2-3 ആര്യവേപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങയുണ്ട് കേട്ടോ, കുറേ മുരിങ്ങയുണ്ട്. ഇത് നേരത്തെ കണ്ടില്ലേ എൻ്റെ ചേച്ചിയുടെ വെച്ചാൽ അവൻ്റെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ. ഇത് ശരിക്കും ഈ വീഡിയോയിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. പിന്നെ നല്ലൊരു ക്ലിപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ അനിയത്തി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് നടന്നുണ്ട്. മറ്റേ അന്നന്നെ പറ്റിയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനത് കേൾക്കുമ്പോൾ ചിരിക്കുമ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കാണിച്ച് കഴിഞ്ഞാൽ അനിയത്തിനെ കൊല്ലും. ഇത് എൻ്റെ മീത്തിൽ നിന്ന് കളിക്കുന്നത് കേട്ടോ. തല്ല് പിടിക്കും, നല്ല തല്ല് പിടിക്കും, നല്ല പിടിച്ച് പറിച്ചെടുക്കും നമ്മളെ.
എൻ്റെ മുഖമൊക്കെ ആകെ പിച്ച് നാശമാക്കിയിട്ടുണ്ട്. മുഖം എൻ്റെ മൂക്കൊക്കെ ആകെ പിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പോലും പറയാനുണ്ട്. ഇത് മുട്ടിലടയാൻ വേണ്ടി പോകായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം തൊട്ടുള്ള വീഡിയോ ആണ് പിന്നെ വരുന്നത്. നമ്മളിപ്പം ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇവരോട് സംസാരിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. നമ്മളിപ്പം ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയുണ്ട്, പിന്നെ ഒരു അങ്കിളുണ്ട്, ഞങ്ങളുടെ കസിൻ അങ്കിളുണ്ട്, പിന്നെ എൻ്റെ സിസ്റ്ററുണ്ട് കണ്ടോ, അതിനകത്തുണ്ട് കണ്ടോ. അത് അവളെ അവളെ കാണിച്ചതിൻ്റെ ഒച്ചയാണ് കേട്ടത്. ബാക്കിൽ നോക്കി പോകാൻ പറയണേ. താഴേക്ക് നിറയെ അഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ താഴെ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ കല്ലഴുക്കാവും ഗൈസ്. നല്ല വെയിലാണ്. ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് വേളാങ്കണ്ണിയിൽ. നമ്മളിനി വാൽപ്പാറയിലും കൂടി പോയിട്ട് വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് വേളാങ്കണ്ണിയിൽ. നമ്മളിങ്ങനെ ഇറങ്ങിക്കണേ കേട്ടോ. നല്ല വെയിലാണ്. ഞങ്ങളൊരു 4:30 ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ നടക്കില്ല കാര്യങ്ങൾ. കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ട്. പള്ളിയിൽ പോകണം. അപ്പം എല്ലാം കൂടി ഈ ഒരു ടൈമിലേക്ക് നമുക്ക് നടക്കില്ല. ഞങ്ങൾ കുറച്ച് മുന്നേ വന്ന് മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ. പാപ്പത്തിനെ വിളിച്ചിരിച്ചതാണ്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ വരെ ആ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കൈ കഴിക്കുന്നുണ്ട്. ഇന്നലെ വരെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. വേറൊന്നുമല്ല, ഇന്ന് വയ്യായിരുന്നു. രാവിലെ തൊട്ട് ഭയങ്കര വയ്യായികയാണ്. ഇപ്പോഴും വയ്യായികയാണ്. പക്ഷെ നമ്മൾ വല്ലകാലത്തും വന്നിട്ട് വയ്യെന്ന് പറഞ്ഞ റൂമിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോവാണ്. വ്ളോഗ് എടുക്കാനുള്ള ഒരു ശാരീരികാവസ്ഥയിൽ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇന്ന് എടുക്കാതിരുന്നത് രാവിലെ തൊട്ടിട്ടോ. രാവിലെ നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. 9-ൻ്റെ കുർബാനയ്ക്ക്, മലയാളം കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി പടം കയറിയിട്ടുണ്ടോ. അവിടെ കൊയറിൽ പാട്ടൊക്കെ പടം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും എടുക്കാൻ പറ്റിയില്ല. വയ്യാണ്ടായി പെട്ടെന്ന്. പള്ളിയിൽ ഞാൻ അപ്പം തന്നെ തിരിച്ചു പോന്നു കേട്ടോ. വേഗം ഓട്ടോയ്ക്ക് പോന്നു. റൂമിൽ കയറി. ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അവരവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിക്കണേ. ഞങ്ങളുടെ അങ്കിള് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ കൊള്ളാമെന്നൊക്കെ തോന്നുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. അത് ഞങ്ങളിവിടെ കുറച്ച് തണലത്ത് ആണ് നിൽക്കുന്നത്. അപ്പം കുറച്ച് നീങ്ങി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ഓട്ടോയും കാര്യങ്ങളൊക്കെ. ആ ചേട്ടൻ ഞങ്ങൾ നോക്കുകയാണ്. വീഡിയോ എടുക്കുന്നിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്, ചിരിച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വയ്യായികയൊന്നും മാറിയിട്ടില്ല കേട്ടോ. എന്നാലും ഷോപ്പിങ്ങൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാൽ പോലും ട്രൈ ചെയ്യും വീഡിയോ എടുക്കാനായിട്ട്. നോക്കാം. ഞാനിപ്പോൾ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് ഇടാമെന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെല്ലാം ഫ്ലോപ്പായി. പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനോ അതിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇടാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി ഒറ്റൊരു വീഡിയോ ആയിട്ട് ഇടാനാണ് ചാൻസ് ഉള്ളത്. നോക്കണ്ടായാലും എങ്ങനെയാണെന്ന് എഡിറ്റ് ചെയ്ത് വരുമ്പം എത്ര ഡ്യൂറേഷൻ ഉണ്ടാകും അതൊക്കെ നോക്കിയിട്ട് വീഡിയോസ് ഇടുള്ളൂ. Day 1, Day 2 എന്ന് പറഞ്ഞ് ഇടാൻ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ 2 വീഡിയോസായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരുന്നുണ്ടാവുക കേട്ടോ. ഒരെണ്ണത്തിൽ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓവർ ലെങ്ത്തിൽ ഇടാനായിട്ടും താല്പര്യമില്ല. അപ്പം നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തോരം ഭാഗം പോർഷൻസ് കട്ട് ചെയ്ത് പോകും, എന്തോരം പോർഷൻസ് ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചുതരാം ഗൈസ്. കണ്ടോ, ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈ നന്നായിട്ട് കടിക്കുന്നുണ്ട്, നല്ല പെയിനുണ്ട്. ഇതിനെ പിടിച്ചിട്ട് വല്ലാണ്ട് വേദന ഉണ്ട്. ഒന്നാമത് ഇന്നലെ മുട്ടിൽ
നീന്തയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ കൂടി കുത്തിയിട്ടാണ് കുറച്ചൊക്കെ നീന്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കൈയും ഭയങ്കര വേദനയാണ്. എനിക്ക് അതിന് മുൻപൊരു ആക്സിഡൻറ്റ് കൂടി ആയിട്ട്, വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ആക്സിഡൻ്റ് ആയിട്ട് കൈ 2 ചതഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ചതവിൻ്റെ വേദനയും പിന്നെ ഇന്നലെ മുട്ടിൽ നീന്തിയ സമയത്ത് കൈ കുത്തിയപ്പോൾ അതിൻ്റെ വേദനയും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര പെയിനാണ് കൈക്ക്. അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് വേദന ഉണ്ട്. അപ്പം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അവരിപ്പോൾ കുറച്ച് പുറകിലാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഫുള്ള് നമ്മൾ ബാക്ക് ക്യാമിൽ വീഡിയോസ് എടുത്തിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നുണ്ടാവാം. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പൊരി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങണം, അതൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് അനിയത്തിക്കും കൂടി എന്തെങ്കിലും ചുളിവിൽ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ 2 പേരും കൂടി ഇവരുടെ കൂടെ ഇറങ്ങിയേക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. പണ്ടൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ബാർഗെയിൻ ചെയ്യലും പരിപാടിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. ചിലവരുണ്ട് കേട്ടോ, നമുക്ക് നമ്മൾ പറയുന്ന റേറ്റിനായിരുന്നവർ ഭയങ്കര കുറവാണ് അവർ, എന്നാലും ചിലവരങ്ങനെ തരും. നമ്മളിവിടെ ചെന്നതിന് ശേഷം ഒരു അക്കേനെ പരിചയപ്പെട്ടു കേട്ടോ. തുണിക്കടയാണ് അതപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പലാസോ അത്യാവശ്യമായതുകൊണ്ട് ഒരു പലാസോയും മുട്ടിലിടയാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ 2 എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ എനിക്കും എൻ്റെ അനിയത്തിക്കും ഒക്കെ അടുത്ത് പോയിട്ട് സുന്ദരിയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി വില കുറച്ച് തന്നായിരുന്നു കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു ആളാണ് കേട്ടോ അവർ. പോകുന്ന ദിവസം തിരിച്ച് വരുന്ന ദിവസം നമ്മൾ അവരെ കണ്ടിട്ട് ഒക്കെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അടുത്ത വർഷം വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള പവായ കാര്യങ്ങളൊക്കെ നോക്കാണ്, ഡോളിനെയൊക്കെ നോക്കാണ് കേട്ടോ. ഡാൻസിങ് ആയിട്ടുള്ളതൊക്കെ അവൾക്ക് പേടിയാണ്. മുന്നേ അപ്പം ഗൾഫിൽ നിന്ന് ഉടനെ കൊടുത്തതൊക്കെ അവൾക്ക് പേടി. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി ഒരെണ്ണം അവസാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റ് ഇവിടെ. ഒരെണ്ണം അവസാനം എടുത്തു നമ്മൾ. പിന്നെ നമ്മൾ നേരെ കടപ്പുറത്തോട്ട് പോയി. അപ്പോൾ എനിക്കും അനിയത്തിക്കും മുളക് ബജി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവിടെ ഒരു അക്കയടുത്ത് പോയിട്ടാണ് വാങ്ങാമെന്ന് വിചാരിച്ച്. അവരത് ഉണ്ടാക്കുന്നത് ഒട്ടും ഹൈജീനല്ല. അതുകൊണ്ട് വാങ്ങി, വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ 2 പ്ലേറ്റാണ് പറഞ്ഞത്. എന്നിട്ട് അവരോട് പിന്നീട് നമ്മൾ 1 പ്ലേറ്റ് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരതിന് ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ 1 പ്ലേറ്റ് വാങ്ങി. എന്നിട്ട് ആ 1 പ്ലേറ്റ് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വേസ്റ്റിലിട്ടു. കഴിക്കാൻ പറ്റില്ല നമുക്കത് കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങി കേട്ടോ. കണ്ടോ, കവറിൽ കുറേ ഉണ്ട്. പിന്നെ അവരുടെ കയ്യിൽ കുറച്ചുണ്ട്, കണ്ടോ, അവളുടെ കയ്യിൽ കുറച്ചുണ്ട്. അവൾക്ക് യൂട്യൂബിലിടാനൊന്നും താല്പര്യമില്ല കേട്ടോ. അവളുടെ ഫേസ് ഒന്നും കാണിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് അവളുടെ എടുക്കാത്ത. എങ്ങാനും അബദ്ധവശാൽ അവൾ പെട്ടുപോയി ഇതിനകത്ത് വന്നത് അവൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നോട് വീണ്ടും ഒരു ടേക്ക് എടുക്കാൻ പറയും. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ ടേക്ക് അത് അവൾ വന്ന് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ ഇവിടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് അമ്മ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അതിന് മുമ്പ് നമുക്ക് ഇന്നിവിടെ കുരിശിൻ്റെ വഴിക്ക് നമ്മൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ കുരിശിൻ്റെ വഴിയുടെ ബുക്ക് വാങ്ങണം ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടുത്തെ ബുക്ക് സ്റ്റോളിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇനി ബുക്ക് സ്റ്റോളിൽ പോയി കുരിശിൻ്റെ വഴിയുടെ ബുക്ക് വാങ്ങിയിട്ട് വേണം തലയ്ക്ക് പിടിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ 7 മണിക്ക് മുൻപായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലണം. ഞാനപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടുത്തെ മെയിൻ ചർച്ചിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടി ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുരിശിൻ്റെ വഴിയുടെ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് തലയ്ക്ക് പിടിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് 7 മണിക്കാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ എത്തണം. അതിനുശേഷം കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ട് നമ്മളെല്ലാവരും കൂടി. അപ്പം അതിൻ്റെ ഒന്നും ക്ലിപ്പ് എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ക്ലിപ്പ് എടുക്കാനൊന്നും പറ്റിയില്ല. കുരിശിൻ്റെ വഴി ബുക്ക് 2 വാങ്ങിയിട്ട് നേരെ കുരിശിൻ്റെ വഴിക്ക് പോയി. കുരിശിൻ്റെ വഴി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയിട്ടോ. റൂമിലേക്ക് പോയി നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോരായിരുന്നു. അപ്പോൾ തിരിച്ചു പോരുന്ന വ്ളോഗ് ഞാൻ വേറെ ഒന്നായിട്ടില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.